പ്രിയപ്പെട്ട ബഹുമാന്യരായ പാർലമെന്റ് അംഗങ്ങളെ, യങ് ഇന്ത്യൻസ് പാർലമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ മോഡൽ പാർലമെന്റിൽ വരാൻ കഴിഞ്ഞതിലും നിങ്ങളെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാനിവിടെ പ്രകടിപ്പിക്കുക. നമുക്ക് നമ്മുടെ ഡെമോക്രസി പാർലമെന്ററി ഡെമോക്രസിയാണ്. എന്താണ് പാർലമെന്റുകളിലും നിയമസഭകളും ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണ സഭകളിൽ നടക്കുന്നത് എന്താണ് എന്ന് പുതിയ ജനറേഷൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കി വളരുന്നതിന് വേണ്ടിയിട്ടാണ് യങ് ഇന്ത്യൻസ് പാർലമെന്റ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഭയങ്കര ഭാഗ്യവാന്മാരാണ്. കാരണം ഒരുപാട് ചരിത്രവും പാരമ്പര്യവുമുള്ള കേരള നിയമസഭയുടെ ഒരുപാട് പ്രമുഖരായ വ്യക്തികൾ ഇരുന്നിട്ടുള്ള കസേരകളിലാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് ഈ കസേരകളിൽ ഒന്നും ഇരിക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ MLA ആയപ്പോഴേക്കും പുതിയ മന്ദിരത്തിലേക്ക് ഈ അസംബ്ലി മാറി. പക്ഷെ ഞാൻ പുറത്തു നിന്നും ഗ്യാലറിയിലിരുന്നു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഈ നിയമസഭയിൽ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭരണഘടനയെക്കുറിച്ചാണ്. നമ്മുടെ ഭരണഘടനയിലാണ് 3 വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത്. അത് ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവാണ്. ജുഡീഷ്യറി നിങ്ങൾക്കറിയാം, ഏറ്റവും പരമോന്നത നീതിന്യായ പീഠമായ സുപ്രീം കോടതിയും ഹൈക്കോടതികളും സംസ്ഥാനങ്ങളിലെ ഉൾപ്പെടെയുള്ള ജുഡീഷ്യൽ സംവിധാനങ്ങളാണ്. ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് പാർലമെന്റിലെ 2 സഭകൾ, അപ്പർ ഹൗസ് രാജ്യസഭയും ലോവർ ഹൗസ് ലോകസഭയുമാണ്. പിന്നീട് ചില സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ, കേരളത്തിലില്ല. ഇപ്പൊ കർണാടകയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുണ്ട്. പാർലമെന്റിൽ ഉള്ളതുപോലെ തന്നെ 2 സഭകളാണ്. കേരളത്തിലുള്ളത് ഈ കൗൺസിലില്ല, നിയമസഭ മാത്രമാണ്. ഇതെല്ലാം ഭരണഘടനാപരമായ പ്രൊവിഷൻസ് ആണ്. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഭരണമാണ്, ഭരണവുമായി ബന്ധപ്പെട്ട അധികാരങ്ങൾ കൈകാര്യം. നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഒരു ബാലൻസ് ഓഫ് പവർ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അധികാരങ്ങൾ കവർന്നെടുക്കാൻ പാടില്ല. പക്ഷെ പാർലമെന്റിലോ നിയമസഭയിലോ പാസ്സാക്കുന്ന ഒരു നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോവാം. അവിടെ കോടതി ലെജിസ്ലേച്ചറിന്റെ ഒരു അധികാരം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് പലപ്പോഴും. ഒരു നിയമം പാസ്സാക്കിയാൽ ആ നിയമം ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അത് കോടതിക്ക് അത് റദ്ദ് ചെയ്യാൻ വരെയുള്ള അധികാരം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊവിഷൻസ് റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അധികാരം ഉണ്ട് ഇന്ത്യയിൽ. ആ ഭരണഘടന അത് ജുഡീഷ്യറിക്ക് ആ അധികാരം നൽകുന്നുണ്ട്. ലെജിസ്ലേച്ചറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻസ് നടപ്പാക്കുക എന്നുള്ളതാണ്. അപ്പൊ ബജറ്റിനെ കുറിച്ച് സെൻട്രലിലും സ്റ്റേറ്റിലുമുള്ള ബജറ്റ് അവതരണത്തെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഉണ്ട്. ബജറ്റ് എന്നുള്ള വാക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരിടത്തും ഉപയോഗിക്കുന്നില്ല. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പാർലമെന്റിലും നിയമസഭകളിലും അവതരിപ്പിച്ചു. അത് ഇപ്പോഴത്തെ കേരള നിയമസഭയിലാണെങ്കിൽ അത് സബ്ജക്ട് കമ്മിറ്റിക്ക് പോകും. ആ സബ്ജക്ട് കമ്മിറ്റി നിയമസഭാ അംഗങ്ങളുടെ തന്നെ കമ്മിറ്റികളാണ്. ആ കമ്മിറ്റികളുടെ നിർദ്ദേശപ്രകാരം തിരിച്ചു വന്നു അതിന്റെ ഡിമാൻഡ്സ്, അതായത് ഓരോ വകുപ്പിനും വേണ്ടിയിട്ടുള്ള പാസ്സാക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഡിമാൻഡ്സ് ഫോർ ഗ്രാൻസ്, അത് നിയമസഭ പാസ്സാക്കി കൊടുക്കണം. അതായത് ഗവൺമെന്റിന് പണം ചെലവാക്കാൻ, ഗവൺമെന്റിന്റെ പദ്ധതികൾക്കായി പണം അലോട്ട് ചെയ്യുന്നതാണ് ആദ്യത്തെ ഡിമാൻഡ്സ് ഫോർ ഗ്രാൻസ്. രണ്ടാമത് അതിന്റെ അപ്രോപ്രിയേഷൻ ഉണ്ട്. ആ പണം, നിയമസഭ പാസ്സാക്കിയ പണം ചെലവഴിക്കാൻ ധനവിനിയോഗ ബില്ലാണ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പോ പണം അനുവദിക്കാനും നിയമസഭയുടെ അനുമതി വേണം, പാസ്സാക്കിയ പണം ചെലവഴിക്കാനും നിയമസഭയുടെ അനുമതി വേണം. എന്നാൽ മാത്രമേ ആ പണം ചെലവാക്കാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ നിയമനിർമ്മാണമാണ് നിയമനിർമ്മാണ സഭകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. ആ നിയമനിർമ്മാണങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ ഒരു ബില്ലായിട്ടാണ് വരുന്നത്.
ആ ബില്ല് സഭ പാസാക്കി, നിയമസഭയാണെങ്കിൽ സഭ പാസാക്കി, ഗവർണർ അത് ഒപ്പിട്ട് കഴിഞ്ഞാലാണ് അത് ആക്ട് ആവുന്നത്. പാർലമെന്റ് പാസാക്കി, ഇരുസഭകളും പാസാക്കി, പ്രസിഡന്റ് അതിൻ്റെ അകത്ത് സൈൻ ചെയ്യുമ്പോഴാണ് അതൊരു ആക്റ്റായി, നിയമമായി അത് മാറുന്നത്. ഇപ്പോ ഭരണഘടനയിൽ തന്നെ ഈ അധികാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഒന്ന് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയും. അത് പാർലമെന്റിനും മാത്രമേ നിയമനിർമ്മാണം ഉണ്ടാക്കാൻ പറ്റൂ. നിങ്ങൾ ഭരണഘടന വായിക്കുമ്പോൾ അതിന്റെ ഷെഡ്യൂൾ നോക്കിയാൽ മതി. യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരിതുണ്ട്. രണ്ടാമത് സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, സംസ്ഥാനത്തിന് അധികാരമുള്ള കാര്യങ്ങൾ. ഇനി കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്, മൂന്നാമത്. രണ്ടുപേർക്കും ഉണ്ട് അധികാരം, പല സബ്ജക്റ്റും അങ്ങനെയാണ്. അപ്പൊ ആ ഷെഡ്യൂൾ നോക്കിയിട്ടാണ് യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട ഒരു കാര്യത്തിന് സംസ്ഥാനത്തെ നിയമസഭ പാസ്സാക്കാൻ പറ്റില്ല. സ്റ്റേറ്റ് അധികാരം സ്റ്റേറ്റിനുള്ളതാണ്. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതാണ് പാസ്സാക്കുക. നമ്മൾ നിയമസഭ ഒരു നിയമം പാസ്സാക്കുമ്പോൾ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തിന്റെ അന്തസത്തയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യം ഇവിടെ പാസ്സാക്കാൻ പാടില്ല. അതിന് പറയുന്നത് പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിലെ ഒരു പ്രൊവിഷൻ, അല്ലെ, ഒരു പ്രൊവിഷൻ, ആ പ്രൊവിഷന് ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ പാസ്സാക്കാൻ പാടില്ല. അപ്പൊ അത് വേണമെങ്കിൽ കോടതിയിൽ ചോദ്യം ചെയ്യാം. ദിസ് പ്രൊവിഷൻ ഓഫ് ദ ആക്ട് പാസ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ ഈസ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ദ ആക്ട് പാസ്ഡ് ബൈ ദ പാർലമെന്റ്. അത് മതി ചോദ്യം ചെയ്യാൻ. അങ്ങനെ ഭരണഘടന അനുസരിച്ചിട്ടാണ് ഈ നിയമനിർമ്മാണ സഭകളെല്ലാം പ്രവർത്തിക്കേണ്ടത്. പിന്നെ അതിനപ്പുറത്തുള്ള ഒരു വിശാലമായ പൊതു താല്പര്യം കൂടിയുണ്ട്. വിശാലമായ ഒരു പൊതു താല്പര്യം, ജനങ്ങളുടെ വിഷയങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരാം, പാർലമെന്റിൽ കൊണ്ടുവരാം. ചോദ്യോത്തര വേളയുണ്ട് ആദ്യം, ക്വസ്റ്റ്യൻ അവറാണ് രണ്ട് സ്ഥലത്തും ആദ്യം. ആ ക്വസ്റ്റ്യൻ അവറിൽ നേരത്തെ എഴുതി ചോദിക്കാം. അത് സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും നമ്മുടെ നിയമസഭയിലില്ല. അതാണ് സഭയിൽ അതിലെ 3-4 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഒരാൾ ചോദിക്കും, മന്ത്രി മറുപടി പറയും. ഒരാൾ ചോദിക്കും, മന്ത്രി മറുപടി പറയും. അതിനുശേഷം മറ്റുള്ള അംഗങ്ങൾക്ക് കൈ ഉയർത്തി അവരുടെ ഉപചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് വേണ്ടി ചോദിക്കാം. അങ്ങനെ ചോദ്യോത്തര വേള. അപ്പൊ ഒരു വിഷയം കൊണ്ടുവന്നാൽ എല്ലാ അംഗങ്ങളും ശ്രദ്ധയോടുകൂടി ഉപചോദ്യങ്ങൾ ചോദിച്ചാൽ ഒരു വിഷയം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു വിഷയം, സൈഡ് ലൈനായിട്ട് കിടക്കുന്ന ഒരു വിഷയം, ആരും ശ്രദ്ധിച്ചിട്ടില്ല, സാധാരണക്കാരുടെയാണ്, അത് ഫോക്കസിൽ കൊണ്ടുവരാൻ പറ്റും. ഗാലറിയിൽ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, ട്രഷറി ബെഞ്ചിൽ മന്ത്രിമാരുണ്ടാവും, അവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടും, മീഡിയയുടെ ശ്രദ്ധയിൽപ്പെടും. അപ്പൊ ചോദ്യോത്തര വേളയ്ക്കും പ്രസക്തിയുണ്ട്. അതിനുശേഷം കേരള നിയമസഭയിൽ ഒരു 0 അവറാണ്. അവിടെ റൂൾ 50 എന്ന് പറയുന്ന അടിയന്തര പ്രമേയം, അന്ന് രാവിലെ നോട്ടീസ് കൊടുത്ത് അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയം കൊണ്ടുവരാൻ പറ്റും. അതിനുശേഷം കോളിംഗ് അറ്റൻഷൻ, സബ്മിഷൻസ് ഉണ്ട്. പിന്നെ ഗവൺമെന്റിന്റെ ബിസിനസ്സിലേക്ക് കടക്കുന്ന ഭാഗമാണ്. ഗവൺമെന്റ് പാസ്സാക്കിയെടുക്കേണ്ട കാര്യങ്ങൾ, നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ വരുന്നത്. ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അത് നിങ്ങൾ ഇനി മുതൽ അത് ശ്രദ്ധയോടുകൂടി അത് നോക്കിക്കണ്ടാൽ അതിനൊരു വളരെ പ്രത്യേകതകളുണ്ട്. പിന്നെ നമുക്ക് ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ആ നിയമത്തിന് ലീഗൽ ഒബ്ജക്ഷൻസ് പറയാം. മിക്കവാറും പ്രതിപക്ഷത്തിനായിരിക്കും അത് ചോദിക്കുന്നത്, ലീഗൽ ഒബ്ജക്ഷൻസ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാര്യം ഇതൊരു കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രൊവിഷൻസ് ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ കുറെ ബില്ല് പാസ്സാക്കുമ്പോഴുള്ള കുറെ നിബന്ധനകളുണ്ട്. ഫിനാൻഷ്യൽ മെമ്മോറാണ്ടം എന്ന് പറയുന്ന ഒരു ക്ലോസ് ഉണ്ട്. അതായത് ഈ ബില്ല് പാസ്സായാൽ എത്രയായിരിക്കും ചെലവ് വരുന്നത് അത് എഴുതണം. റെക്കറിംഗ് എക്സ്പെൻസും നോൺ റെക്കറിംഗ് എക്സ്പെൻസും എഴുതണം. ഇപ്പോൾ ഉണ്ടാവുന്ന ചെലവും ഓരോ വർഷവും ഉണ്ടാവുന്ന ആവർത്തന ചെലവുകളും എഴുതണം. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാം. ചിലപ്പോൾ ഈ ബില്ല് വരുമ്പോൾ ഇതിനകത്ത് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ചോദ്യം ചെയ്യും. ഞങ്ങളൊക്കെ സ്ഥിരം പരിപാടി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇതിനെ ലീഗൽ ഒബ്ജക്ഷൻസ് പറയുമായിരുന്നു എല്ലാ കാര്യത്തിലും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പഴയ പാർലമെന്റിലൊക്കെ സ്പീക്കർമാരുടെ റൂളിംഗ് എല്ലാം കൊണ്ടുപോയാൽ ഈ ഫിനാൻഷ്യൽ മെമ്മോറാണ്ടത്തെ കുറിച്ച് ഞങ്ങളെല്ലാം നിയമസഭയിൽ ലീഗൽ ഒബ്ജക്ഷൻ റേസ് ചെയ്യുമ്പോൾ ആദ്യകാലത്ത് സ്പീക്കറായ മാവുലങ്കർ 1957 എന്റെ ഓർമ്മ, എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് വന്നു. അപ്പൊ അതില് ഫിനാൻഷ്യൽ മെമ്മോറാണ്ടം ഉണ്ടായിരുന്നില്ല. അപ്പൊ മാവുലങ്കറിന്റെ ഒരു വലിയ പ്രധാനപ്പെട്ട റൂളിംഗ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ കോട്ട് ചെയ്യാം ഓരോ കാര്യങ്ങൾ. പിന്നെ ഐവർ ജെന്നിങ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹം പാർലമെന്ററി ഡെമോക്രസിയുടെ അവസാന വാക്കായിട്ടാണ് വിശേഷിക്കപ്പെടുന്നത്. അദ്ദേഹം ക്യാബിനറ്റ്
പാർലമെന്റ് എന്നീ 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ പുസ്തകങ്ങളെ കോട്ടിയ ഐവർ ജെന്നിങ്സ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അതിന് വിരുദ്ധമാണ് എന്ന് പറയും. പിന്നെ ഷാക്ടർ ആൻഡ് കൗൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് പാർലമെന്റിലെ പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ഓരോ വിഷയത്തിലും കാലാകാലങ്ങളിലാക്കി ഉണ്ടാക്കിയിരിക്കുന്നതിനെ ഫയൽ ചെയ്തുണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഷാക്ടർ ആൻഡ് കൗൾ ഈ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതിന് വിരുദ്ധമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം പറയാം. അതൊക്കെ നല്ല പാർലമെന്റേറിയൻസ് പണ്ട് മുതലേ ഉള്ള കാര്യങ്ങളാണ് ചെയ്തു വരുന്നത്. ഇങ്ങനെ ഇത് വളരെ രസകരമായ നല്ല ഡിബേറ്റാണ്. ഡെമോക്രസിയുടെ ഏറ്റവും വലിയ സൗന്ദര്യത അത് ഇറ്റ് ഈസ് എ ഡിസ്കോഴ്സ് ആൻഡ് ഇറ്റ് ഈസ് എ ഡിബേറ്റ് അല്ലേ. ആ ഡിസ്കോഴ്സും ഡിബേറ്റുമാണ്. ഒരു ഡിക്റ്റേറ്റർ ഭരിക്കുന്ന സ്ഥലത്ത് ഇതൊന്നും സ്കോപ്പില്ല. അവിടെ ഒരു പാർലമെന്റും ഇല്ല, അസംബ്ലി ഇല്ല, എല്ലാ ആളുകളും തീരുമാനിക്കും. ഇതല്ല ജനാധിപത്യത്തിന്റെ മനോഹാരിത. ഈ ലെജിസ്ലേച്ചർ, ഈ പാർലമെന്റ്, അവിടെ നടക്കുന്ന ചർച്ചകൾ, ഡിബേറ്റുകൾ, അതിനെല്ലാം ഒരു ഒരു റിസൾട്ടായിട്ട് കുറെ കാര്യങ്ങൾ, പൊതുസമൂഹത്തിന്റെ വിഷയങ്ങൾ. അപ്പൊ അത് വലിയ മേജർ റോള് പ്ലേ ചെയ്യുന്നതാണ്, നമ്മുടെ ജീവിതത്തിൽ മേജർ റോള് പ്ലേ ചെയ്യുന്നതാണ് നിയമനിർമ്മാണ സഭകൾ. അതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കി അതിന്റെ ഏതെല്ലാം കാര്യങ്ങളിലാണ് അവർക്ക് ഇടപെടാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ ചെറിയ പ്രായത്തിൽ കഴിയുക എന്നതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നെ ഈ പരിപാടിക്ക് വിളിച്ചപ്പോ ഞാൻ ഓർത്തത്, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ പൊളിറ്റിക്സ് പ്രൊഫസർ ഒരു മോക്ക് അസംബ്ലി സംഭവിച്ചു. ഇതുപോലെ മോഡൽ പാർലമെന്റ് പോലെ മോക്ക് അസംബ്ലി എന്നും പറയും, ഒരു അസംബ്ലി അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട്. അന്ന് ഞങ്ങളുടെ പൊളിറ്റിക്സ് പ്രൊഫസർ ഇതുണ്ടാകാൻ നേരത്ത് എന്നോട് പറഞ്ഞു, നിങ്ങൾ മുഖ്യമന്ത്രി ആകണമെന്ന്. ഞാൻ സമ്മതിച്ചപ്പോൾ തന്നെ കോളേജിൽ പഠിക്കുമ്പോൾ മുഖ്യമന്ത്രി ആകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണ്. ഞാൻ അന്നത്തെ ആ മോക്ക് അസംബ്ലിയിലെ മുഖ്യമന്ത്രിയായിരുന്നു. ഞാൻ യഥാർത്ഥത്തിലെ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രൊഫസറിനെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, പഴയ അസംബ്ലിയിലെ മുഖ്യമന്ത്രി ഇപ്പൊ ശരിക്കും മുഖ്യമന്ത്രി ആയിരുന്നു. അപ്പൊ അതൊരു രസകരമായ ഒരു ഓർമ്മയാണ് ഈ മോക്ക് അസംബ്ലിയിൽ പങ്കെടുത്തത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് റൂൾ 50 പ്രകാരം പ്രതിപക്ഷത്തിലെ ഒരു അംഗം അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. അടിയന്തര പ്രമേയത്തിന് മുഖ്യമന്ത്രിയാണ്, പോലീസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണെന്ന് മറുപടി പറയുന്നത്. അടിയന്തര പ്രമേയത്തില് വന്ന വിഷയം പ്രതിപക്ഷം ഒരു സമരം നടത്തുകയാണ്. പ്രതിപക്ഷം സമരം നടത്തുമ്പോൾ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലാണെന്നാണ് എന്റെ ഓർമ്മ. നടത്തുമ്പോൾ ഒരു പ്രകോപനവും ഇല്ലാതെ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു. അപ്പൊ ആള് ഇങ്ങനെ പരിഭ്രാന്തരായി ഓടി, ഒരുപാട് പേർക്ക് പരിക്കേറ്റു. പോലീസിന് വെടിവെക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ആകാശത്തേക്ക് നേരിട്ടല്ല, ആകാശത്തേക്ക്. ഫസ്റ്റ് പോലീസ് ആകാശത്തേക്ക് വാർണിംഗ് കൊടുത്തു. അപ്പൊ ഞാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ മറുപടി കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, പോലീസ് വെടിവെച്ചിട്ടില്ല. അപ്പൊ ഈ ഡേറ്റ് നോക്കിക്കഴിഞ്ഞപ്പോ, ഈ സംഭവം നടന്നുള്ള ഡേറ്റ് നോക്കിക്കഴിഞ്ഞപ്പോ അതിന്റെ തലേ ദിവസം ദീപാവലിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ദീപാവലി സമയത്ത് ആളുകൾ പടക്കം പൊട്ടി. ഈ ദീപാവലിക്ക് ബാക്കി വന്ന ഒരു വലിയ ഉണ്ട്, ഈ സെക്രട്ടേറിയറ്റിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് അവർ ബാക്കി വന്നത് പൊട്ടിച്ചിട്ട് ആകാശത്തേക്ക് വെടിവെച്ചാണെന്ന് ഓർത്തിട്ട് ഈ പ്രതിപക്ഷത്തിൽ സമരത്തിൽപ്പെട്ടവര് പേടിച്ചു ഓടിപ്പോയതാണ്, വേറെ ഒന്നും സംഭവിച്ചില്ല എന്ന് മറുപടി. അതിന് ചിരി ഉണർത്തിയ ഒരു മറുപടിയായിരുന്നു അന്ന് ഇത് പറയാൻ പറ്റിയത്. അതുപോലത്തെ രസകരമായ പല മറുപടികളും പല രസകരമായ സംഭവങ്ങളും ഈ നിയമസഭ പാർലമെന്റ് പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടാവും. പലതരത്തിലുള്ള രസകരമായ സംഭവങ്ങളെല്ലാം പലതരത്തിലുണ്ടാവും. അപ്പൊ അതെല്ലാം നിങ്ങൾ പുറത്തു നിന്ന് കൂടി നിങ്ങൾ ഒബ്സർവ് ചെയ്യാം. പാർലമെന്റിൽ എന്താണ് സംഭവിക്കുന്നത്, നിയമസഭയിൽ എന്താണ് സംഭവിക്കുന്നത്, പാർലമെന്റിൽ ഏത് നിയമമാണ് പാസ്സാക്കിയിരിക്കുന്നത്, ആ നിയമത്തിന്റെ ഇമ്പാക്ട് എന്താണ്, ആ നിയമം പാസ്സാക്കി കഴിഞ്ഞാലുള്ള ആർക്കാണ്. അപ്പൊ ഞങ്ങൾ പറയും, നിയമനിർമ്മാണ സഭകളിൽ നിയമനിർമ്മാണം നടക്കുമ്പോൾ ചുവട്ട് തൊഴിലാളിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ ഒരു ക്ഷീര കർഷക നിയമമാണ്. ക്ഷീര കർഷകൻ, പാല് കറന്ന് ജീവിക്കുന്ന. അപ്പോ നമ്മൾ നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന ആൾ ആ ക്ഷീര കർഷകയെ നമ്മുടെ മനസ്സിൽ വിചാരിക്കണം. വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് എഴുന്നേറ്റ് തൊഴുത്ത് കഴുകി പശുവിനെ കുളിപ്പിച്ച് പാല് കറന്ന് ആ പാല് ജീവിക്കുന്നവരാണ്. ഈ നിയമം വരുമ്പോൾ ആ ക്ഷീര കർഷകർക്ക് എന്തെങ്കിലും ദോഷം വരുമോ? ഇങ്ങനെ ശരിക്കും നിയമനിർമ്മാണത്തിന് ഇടപെടണ്ടേ? ദോഷം വരുമോ? ഈ നിയമത്തിലെ വ്യവസ്ഥകൾ നോക്കണം. അങ്ങനെ അതിനെ ഒബ്ജക്റ്റ് ചെയ്യണം. അവർക്ക് നല്ലത് വരുവാണെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കണം. അപ്പം എല്ലാ നിയമങ്ങളും ഇങ്ങനെ ഓരോ ടാർഗറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. ചിലപ്പോൾ പൊതുവായ നിയമം വരും, ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ബാധകമായ നിയമം വരും. ചിലപ്പോൾ ഓരോ സെക്ടറിനായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യും. ചിലപ്പോൾ ചുമട്ട് തൊഴിലാളി ആയിരിക്കാം, അല്ലെ,
ചിലപ്പോൾ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടായിരിക്കാം നിയമം ഉണ്ടാകുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാവും. ഭരണഘടനാ ഭേദഗതികൾ ഉണ്ടാവും. ഭരണഘടന അവസാന വാക്കല്ല. ഭരണഘടനയ്ക്ക് കാലാനുസൃതമായ ഭേദഗതികൾ ഓരോ കാലത്തും വരും. 2/3 മെജോറിറ്റി പാർലമെന്റിൽ ഉണ്ടായാൽ മാത്രമേ ഭരണഘടനാ ഭേദഗതി പാസ്സാക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിയമപരമായ കാര്യങ്ങൾ. ഞാൻ ആദ്യമായിട്ട് MLA ആയപ്പോൾ ഞാൻ 2 ആഴ്ച നിരീക്ഷിച്ചു എന്താണ് നിയമസഭയിൽ നടക്കുന്നത്. അപ്പൊ ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബിസിനസ്സാണ്, നേരത്തെ പറഞ്ഞതുപോലെ ഭരണഘടനാപരമായ കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ബേസിക്കലി ആം എ ലോയർ, എനിക്ക് കുറച്ച് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം ഫിനാൻഷ്യൽ ബിസിനസ്സാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എനിക്കൊന്നും അറിയില്ല. ഫിനാൻഷ്യൽ ബിസിനസ്, ടാക്സ് എന്താന്ന് പോലും അറിയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി നല്ല ഒരു പാർലമെന്റേറിയൻ ആകണമെങ്കിൽ ഫിനാൻഷ്യൽ ബിസിനസ് പഠിക്കണം. അങ്ങനെയാണ് ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ അത്രയും ഗൗരവമായിട്ട് പഠിച്ചിട്ടില്ല. അതിനുശേഷം ഗൗരവമായി ഈ സാമ്പത്തിക ശാസ്ത്രം പഠിക്കാൻ തുടങ്ങി, കുട്ടിയെ പോലെ പഠിക്കാൻ തുടങ്ങി തുടക്കം മുതൽ അവസാനം. അപ്പൊ ശരിക്കും നമ്മൾ നല്ല ഒരു പാർലമെന്റേറിയൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പുതിയതായി ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഓരോ സബ്ജക്റ്റും പഠിച്ചുകൊണ്ടിരിക്കണം. നിയമസഭയിൽ കൂടുതൽ സമയം ഇരിക്കുമ്പോഴാണ് അതിന്റെ പ്രൊസീഡിങ്സ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ആ പ്രൊസീഡിങ്സ് ഭരണഘടനയുടെ ഭാഗമായി ഒരു റൂൾസ് ഓഫ് പ്രൊസീജിയർ ഉണ്ട്. പാർലമെന്റിലും ഉണ്ട്, കേരള നിയമസഭയ്ക്കുണ്ട്. റൂൾസ് ഓഫ് പ്രൊസീജിയർ ഉണ്ട്. റൂൾ ഇത്രയാണ്, റൂൾ അങ്ങനെയാണ്. ഇപ്പോൾ നമുക്കൊരു പോയിന്റ് ഓഫ് ഓർഡർ ചെയ്യും. അതായത് ഇപ്പോ നടത്തിയ പ്രസംഗം ഓർഡറിലല്ല, ഒരു കോടതിയെ വിമർശിക്കാൻ പാടില്ല. അപ്പൊ ജസ്റ്റ് പോയിന്റ് ഓഫ് ഓർഡർ. ഇപ്പൊ റൂൾ 303 ആണ് പോയിന്റ് ഓഫ് ഓർഡർ. അപ്പൊ അത് നീക്കം ചെയ്യണം. 307 അത് സഭാ രേഖകളിൽ കാണാൻ പാടില്ല. അങ്ങനെയുള്ള കുറെ നിബന്ധനകളുണ്ട്. അങ്ങനെ ഈ പോയിന്റ് ഓഫ് ഓർഡർ റേസ് ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾക്ക് എഴുന്നേറ്റ് നിൽക്കാം. അപ്പൊ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആള് സമ്മതിച്ചാലേ ഈ ചോദ്യത്തിന് വഴങ്ങേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ചിലപ്പോൾ ചിലർ പറയും ഞാൻ വഴങ്ങുന്നില്ല. ചിലപ്പോൾ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ടെങ്കിൽ നമ്മുടെ പ്രസംഗം നല്ല ഫ്ലോയിൽ പോകുമ്പോൾ ആ ഫ്ലോ കളയാൻ വേണ്ടിയിട്ടും എഴുന്നേറ്റ് നിന്നിട്ട് ആ ചോദ്യം ചെയ്യും. അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചാൽ നമ്മൾ വഴങ്ങി ആ ചോദ്യത്തിനായാലും നമുക്ക് എഴുന്നേറ്റ് ഉത്തരം പറയാം. അപ്പൊ ഞാൻ വഴങ്ങുന്നില്ല എന്ന് പറയും. അങ്ങനെയുള്ള കുറെ രസകരമായ കാര്യങ്ങളൊക്കെ ഈ നിയമനിർമ്മാണ സഭകളിൽ നടക്കും. അപ്പൊ ഇതൊരു നല്ല അനുഭവമാക്കി എടുത്ത് കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഉള്ള ഒരു ഡോറാണ് നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങളിൽ പലരും ഭാവിയിൽ നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ വരട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കിയപ്പോ ഞാൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമായിരുന്നതാണ്. ജയിച്ചു വന്നു കഴിഞ്ഞാൽ മന്ത്രിസഭ രൂപീകരിക്കാൻ ഗവർണറെ ക്ഷണിക്കുന്നത് ഉൾപ്പെടെയുള്ള ഭൂരിപക്ഷ ഇതിന്റെ ആളെ ഗവർണർ ക്ഷണിച്ച ആൾ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. പിന്നെ മന്ത്രിമാരായിട്ട് ബാക്കിയുള്ള ആളുകൾ സത്യപ്രതിജ്ഞ ചെയ്തു. ഇപ്പൊ ട്രഷറി ബെഞ്ച് എന്നാണ് മന്ത്രിമാരിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. ട്രഷറി ബെഞ്ച് എന്നാണ് പറയുന്നത്. അപ്പൊ അവരാണ് അപ്പൊ പ്രതിപക്ഷം അല്ലെ, സ്പീക്കറുടെ ചേമ്പറാണ് അല്ലെ, ഇതാണ് സ്പീക്കർ ഇരിക്കുന്ന സ്ഥലമാണ്. വലതുഭാഗത്ത് ആദ്യം ഇരിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. ഇതല്ലേ മുഖ്യമന്ത്രി? ആ ഇപ്പോഴത്തെ ഏറ്റവും കേരള നിയമസഭയിൽ ആദ്യം ഇരിക്കുന്ന ആള് ഡെപ്യൂട്ടി സ്പീക്കറാണ്. അതിന്റെ തൊട്ടടുത്താണ് പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്നത്. ഞാൻ ആ രണ്ടാമത്തെ കസേരയിൽ ഈ കസേരയിൽ ഇരിക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ്. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവായും ഇത്. അപ്പൊ പ്രതിപക്ഷത്തിരുന്നും ഭരണകക്ഷിയിലിരുന്നു. 25 വർഷം MLA ആയിരുന്നപ്പോൾ അതിനകത്ത് പ്രതിപക്ഷത്തിരുന്നും ഭരണകക്ഷിയിലിരുന്നും ഈ കാര്യങ്ങളെല്ലാം പഠിക്കാൻ. പിന്നെ ആദ്യം ചെയ്യേണ്ടത്, ഒരു നിയമസഭാംഗം ആദ്യം ചെയ്യേണ്ടത് ലൈബ്രറിയിൽ പോവാന്നുള്ളതാണ്. എപ്പോഴും ലൈബ്രറിയിൽ പോയി പഴയ പ്രസംഗങ്ങൾ, പാർലമെന്റിൽ വലിയ പ്രഗത്ഭരായ പാർലമെന്റ് അംഗങ്ങൾ നടത്തിയ പ്രസംഗങ്ങൾ, വലിയ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും നടത്തിയ പ്രസംഗങ്ങൾ ഇതെല്ലാം നോക്കണം. ഭരണഘടന വായിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ ഉദാത്തമായ ഒരു മാതൃകയാണ്. ആ അംബേദ്കറിന്റെ നേതൃത്വത്തിലുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അവിടെ നടന്ന ചർച്ച, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ നോക്കിയ സംശയം വന്ന നേരെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രൊസീഡിംഗ്സ് പോയി നോക്കിയാൽ അറിയാം എന്തായിരുന്നു ദ പർപ്പസ് ഓഫ് ദാറ്റ് പ്രൊവിഷൻ. അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടും. അപ്പൊ നിങ്ങൾ തീർച്ചയായും നന്നായി ഇത് പഠിക്കുകയും ഞാൻ ഉൾപ്പെടെയുള്ള നിയമസഭാംഗങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഞങ്ങൾ തെറ്റ് ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നേരിട്ട് വിളിച്ചു പറയുകയോ കത്തെഴുതുകയോ ചെയ്യണം.
പാർലമെന്ററി പ്രാക്ടീസിന് നിരക്കുന്ന രീതിയിലല്ല മുഖ്യമന്ത്രി ചെയ്തത്, മന്ത്രിമാർ ചെയ്തത്, അംഗങ്ങൾ ചെയ്തത്, പ്രതിപക്ഷം ചെയ്തത് എന്നൊക്കെ പറയാം. അത്രയും നന്നായിട്ട് ഈ ഒരു വിഷയം നന്നായി പഠിക്കുക കൂടി വേണം സബ്ജക്റ്റിന്റെ ഭാഗമായി എന്നുകൂടി പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ